ഉയർന്നു വരുന്ന ഹരിതവൽക്കരണവും അതേപോലെ പെട്രോളിയം, ഡീസൽ പോലുള്ള ഫ്യൂവൽസ് അല്ലെങ്കിൽ പെട്രോളിയം ഫ്യൂവൽസിൻ്റെ നിരോധനവും പിന്നെ പല രാജ്യങ്ങളും അവരുടെ മേജർ സിറ്റീസിൽ ഫോസിൽ ഫ്യൂവൽസ് അതായത് പെട്രോൾ, ഡീസൽ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ നിരോധിക്കുന്ന ഒരു കേസിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇതുപോലെയുള്ള സ്പോർട്സ് F1 അല്ലെങ്കിൽ റാലി, വേൾഡ് എൻഡുറൻസ് അല്ലെങ്കിൽ മോട്ടോർ GP പോലെയുള്ള ഇങ്ങനെയുള്ള മോട്ടോർ സ്പോർട്സുകളെ അത് ബാധിക്കുമോ എന്നുള്ളത്. ഒരു ഫോർമുല 1 വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു റാലി, എൻഡുറൻസ് ഏതൊരു മോട്ടോർ സ്പോർട്സ് വീക്കെൻഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എമിഷൻ എന്ന് പറയുന്നത് 1.5 to 2 കിലോഗ്രാം പെർ കിലോമീറ്ററാണ്. അഥവാ ഇപ്പം അങ്ങനെ ഒരു നിരോധനം വന്നു കഴിഞ്ഞാലും FIA അതിന് ബദലായിട്ടൊരു കാര്യം കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഫോർമുല E എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് റേസിംഗ് വന്നിട്ടുള്ളത്. ഫോർമുല 1ഉം ഫോർമുല Eയും തമ്മിൽ ഉള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ചേസിയിലാണ്. നമുക്കറിയാം ഫോർമുല 1ൽ ടീംസിന് അവരുടേതായ ചേസി ബിൽഡ് ചെയ്യാനുള്ള ഉള്ള സാവകാശമുണ്ട്. പക്ഷെ ഫോർമുല Eയിൽ അവർക്കെല്ലാം സിംഗിൾ പ്രൊഡ്യൂസറാണ്. അവരുടെ ചേസി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പാർക്ക് ടെക്നോളജിയാണ്. ഫോർമുല 1ൻ്റെ ആ ഒരു അഡ്രിനാലിനും അല്ലെങ്കിൽ അഡ്രിനാലിൻ റഷും അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഫോർമുല Eയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ബോർഡ് ചെയ്ത് കാര്യമെന്ന് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ ചെയ്തത് ഈ ഫോർമുല Eനെ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു തരത്തിൽ കൊണ്ടുവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെയും ടീമിന് 2 ഡ്രൈവേഴ്സ് തന്നെയാണ് ഉള്ളത്. ഇപ്പം ഒരു ടീമിൻ്റെ ഫാൻസ് ഉണ്ട് അവരുടെ ആ റേസിംഗ് നടക്കുന്നിടത്ത്. അപ്പോൾ ഫാൻസിന് ഇന്ന ഡ്രൈവറിനെ വോട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇച്ചിരൂടെ സ്പീഡ് കൊടുക്കാനായിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഫോർമുല 1ൽ DRS എന്ന് പറയുന്നൊരു റൂളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫോർമുല 1ൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇവിടെ DRSന് പകരം അറ്റാക്കിംഗ് മോഡ് എന്നുള്ളതായിരുന്നു. അറ്റാക്കിംഗ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർട്ടൺ ഏരിയയിൽ എത്തുമ്പോഴത്തേന് ട്രാക്കിൻ്റെ സെർട്ടൺ ഏരിയ എത്തുമ്പോഴത്തേന് ആ ട്രാക്കിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സൈഡ് എന്ന് പറയുന്നത് ഇച്ചിരി ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ അവർക്ക് അറ്റാക്കിംഗ് മോഡ് എനേബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2014 ഇവർ ആദ്യമായിട്ട് ഈ ഫോർമുല Eയെ കുറിച്ച് ചിന്തിക്കാനും ഇതുപോലുള്ള ഒരു റേസിങ് സെറ്റ് ചെയ്യണമെന്ന് അവർ പിന്നെ FIA ബോർഡ് ഡിസ്കസ് ചെയ്തു. അപ്പം ഫസ്റ്റ് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ബാറ്ററീസിൻ്റെ ലയബിലിറ്റി ആയിരുന്നു, നമ്മളെ റിലയബിലിറ്റി ആയിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ലഭിച്ചിരുന്ന ഈ ഇലക്ട്രിക് കാർസിന് മറ്റേ ബാറ്ററി ലൈഫ് ഡ്യൂറേഷൻ കുറവായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ പ്രശ്നം. അതായിരുന്നു അവരുടെ Gen 1 കാറുകളുടെ പ്രശ്നം. അത് പരിഹരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നൊരു റൂള് വളരെ രസകരമായിട്ടൊരു കാര്യമായിരുന്നു. നമ്മൾ ഈ മോട്ടോ GP കണ്ടിട്ടുണ്ട്. ഒരു റൈഡർ പിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം അവർ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് പിറ്റിൽ വന്ന് വേറൊരു ബൈക്കായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം പരിപാടി തന്നെയാണ് അവരിവിടെ ചെയ്തത്. ഒരു ഡ്രൈവർ കാറുമായിട്ട് പിറ്റ് സ്റ്റോപ്പിന് വരുന്നു. വേറെ അടുത്ത കാർ അപ്പോഴത്തേന് ക്രൂ മെമ്പേഴ്സ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡ്രൈവർ ആ കാറിനകത്ത് കയറിയിരുന്നു പിന്നെ റേസിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ 2025 ആയപ്പോഴത്തേന് ജനറേഷൻ 3 കാർസ് വന്നു, ഫോർമുല E കാർസ് വന്നു. അത് മച്ച് പവർഫുള്ളാണ്, കൂടുതൽ ഡ്യൂറേഷൻ ഉണ്ട്. അതുപോലെ ഈ റേസിൻ്റെ ഇടയിൽ പിറ്റ് സ്റ്റോപ്പ് ചെയ്ത് കാർ എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാർ തന്നെ എൻ്റെ റേസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഫോർമുല 1 കാറുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഡൗൺ ഫോഴ്സ് ആണെങ്കിൽ ഫോർമുല E കാറുകൾക്ക് റീജനറേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ആവശ്യം. ഫോർമുല E കാറുകളുടെ ബ്രേക്കിംഗ് സിസ്റ്റം ഒരു ടൈപ്പ് ഓഫ് റീജനറേറ്റീവ് പർപ്പസും കൂടെ ചെയ്യുന്നുണ്ട്. മീൻസ് അത് റേസിങ്ങിൻ്റെ ഇടയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ റിയർ സൈഡിൽ ഉള്ള മോട്ടറുകൾ ഉപയോഗിച്ച് ബാറ്ററി വീണ്ടും റീചാർജ് ചെയ്യും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ടയേഴ്സിൻ്റെ കാര്യം. F1-നകത്ത് 5 ടൈപ്സ് ഓഫ് ടയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർമുല Eയിൽ ഉപയോഗിക്കുന്ന ടയേഴ്സ് എന്ന് പറയുന്നത് 80 ഇഞ്ച് ഓൾ വെതർ ഹാൻകോക്ക് ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പിറ്റ് സ്റ്റോപ്പ് ചെയ്ത് ടയർ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല. ഫോർമുല E കാറുകളിൽ പവർ ജനറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ടീംസ് റൈറ്റ് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലാണ്. ഫോർമുല Eയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്.
അത് കംപ്ലീറ്റ്ലി ഗ്രീൻ ആവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ്ലി റീസൈക്കിൾഡ് ആണ്. ഇത് വളരെ ലീഡിംഗ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മഹേന്ദ്രയ്ക്കൊക്കെ ഫോർമുല ഇയിൽ ടീമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഫോർമുല 1 ആണോ ഇഷ്ടം, അതോ ഫോർമുല ഇ ആണോ ഇഷ്ടം? പിന്നെ F1 വീഡിയോ ചെയ്തപ്പം പറഞ്ഞിരുന്നു, F1 കാറുകളിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഭാവിയിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ടെക്നോളജീസ് ആണ്. അതുപോലെ തന്നെ ഈ ഫോർമുല ഇയുടെ കേസിലും സെയിം കാര്യം തന്നെയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് നമ്മുടെ കമ്മിങ് ഓഫ് ഏജ് കൊമേഴ്ഷ്യൽ ഇലക്ട്രിക് വെഹിക്കിൾസിലും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഫോർമുല 1 റേസ് അല്ലെങ്കിൽ ഏതൊരു ടൈപ്പ് ഒരു മോട്ടോർ സ്പോർട്സ് റേസിങ്ങിൽ അതിൻ്റെ ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറയുന്ന അവിടെ ഉണ്ടാകുന്ന ആ ഒരു സൗണ്ട്, കാർസിൻ്റെ സൗണ്ട്, അതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതില്ലാത്ത ഒരു രീതിയിൽ എങ്ങനെ അവർ കൊണ്ടുപോകുന്നുള്ളതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഫോർമുല ഇനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള സയൻസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.